ഹായ് ഹലോ നമസ്കാരം. ക്രാഫ്റ്റ് ആൻഡ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു നെയ് റോസ്റ്റ് ആണ്. അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നെയ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആ ഗ്ലാസ് കൊണ്ട് തന്നെ 1/2 ഗ്ലാസ് പുഴുങ്ങലരി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ എടുത്തുള്ളത് 1.5 ഗ്ലാസ് അരിയാണ് എടുത്തുള്ളത്. 1 ഗ്ലാസ് പച്ചരിയും ആ ഗ്ലാസ് കൊണ്ട് തന്നെ 1/2 ഗ്ലാസ് പുഴുങ്ങലരിയും. പിന്നെ അതിലേക്ക് ആ ഗ്ലാസ് കൊണ്ട് തന്നെ ഒരു 3/4 ഗ്ലാസോളം ഉഴുന്നെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് എടുത്തുള്ളത് 1/2 ടേബിൾ സ്പൂൺ ഉലുവയാണ്. അപ്പോൾ ഇത് നന്നായി കഴുകിയതിന് ശേഷം ഒരു 6-7 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കിത് അരച്ചെടുക്കാം. കുതിർത്ത അരിയും ഉഴുന്നും ഉലുവയും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പകുതിയാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ എടുക്കുന്നത് ഒരു 1/4 ഗ്ലാസ് ചോറ്. ഇപ്പം എല്ലാം അളന്നുള്ളത് ഒരേ ഗ്ലാസ് കൊണ്ട് തന്നെയാണ്. എല്ലാം അളന്നുള്ളത് 1 ഗ്ലാസ് കൊണ്ട് തന്നെയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. ഒപ്പത്തിനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ ആദ്യം ഇട്ട അരിയും ഉഴുന്നും ഉലുവയും ചോറും കൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടി ഇട്ട് അരച്ചെടുക്കാം. അപ്പം നമ്മൾ 1/4 ഗ്ലാസ് ചോറാണ് എടുത്തുള്ളത്. അത് ആദ്യം അരയ്ക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചോറൊന്നും ഇടുന്നില്ല. അതിൽ അരിയും ഉഴുന്നും ഉലുവയും വെള്ളത്തിലിട്ട് കുതിർത്തത് മാത്രം. ബാക്കിയുള്ളത് മിക്സിയുടെ ജാറിലേക്കിട്ട് പാകത്തിന് ഒപ്പത്തിനായിട്ട് വെള്ളം ഒഴിച്ച് ഇതും കൂടി അരച്ചെടുക്കണം. അപ്പോൾ ബാക്കിയുള്ള അരി ഉഴുന്നും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം 1/2 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് മാറ്റി വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം മൂടി വയ്ക്കുക. അപ്പോൾ വൈകിട്ടും നമ്മൾ അരച്ച് വയ്ക്കുന്നത്. നേരം വെളുക്കുമ്പോഴാണ് ദോശ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കാലത്താണ്. അപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിനായിട്ട് ദോശക്കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് മാവ് ഒഴിച്ച് പരത്തിയെടുക്കാം. നന്നായി ചൂടായിട്ടുണ്ട്. മേൽഭാഗം മാവൊന്ന് ഉണങ്ങി വരുമ്പോൾ നമുക്കതിലേക്ക് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ദോശയൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം മറിച്ചിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കി വേണമെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തില്ലെങ്കിലും മേൽഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നമ്മുടെ മൊരിഞ്ഞ നെയ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ റെസിപ്പിയുമായി വരും വരെ ബൈ.